പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? ദൈവം എന്നെ കൈവെടിഞ്ഞിരിക്കുന്നു. ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. എന്നിട്ടും ദൈവം കൈവെടിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുകയാണോ? അത്തരമൊരു പരിതസ്ഥിതിയാണോ? എല്ലാവർക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദൈവം നമ്മെ മറന്നുപോയോ ഉപേക്ഷിച്ചുവോ എന്ന് ചിന്തിക്കത്തക്ക പരിതസ്ഥിതി ഉണ്ടാകും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിരിക്കാം. അതിനാൽ യഹോവ ഉപേക്ഷിച്ചു, കൈവെടിഞ്ഞു എന്ന് കരുതരുത്. ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും. ദൈവം എന്താണ് പറയുന്നതെന്നോ? യെശയ്യാ 54:7 അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അവൻ തന്നെ പറയുന്നു, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. ഒന്ന് കൈവിട്ടു നോക്കാം, ഇവർ എന്തു ചെയ്യുന്നു, എങ്ങനെ നടക്കുന്നു എന്ന്. യേശു അടുത്ത് തന്നെ ഉണ്ടാകും, പക്ഷെ കൈ മാത്രം പിടിവിട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുക? അയ്യോ, ദൈവം ഉപേക്ഷിച്ചു, മറന്നു എന്ന് ചഞ്ചലപ്പെടുന്നു. അല്പനേരത്തേക്ക്, അല്പനേരമെന്നാൽ ഒന്ന് കണ്ണ് ചിമ്മി നോക്കൂ, എത്ര നേരമാകും? ഈ നേരത്തേക്ക്, കണ്ണിങ്ങനെ ചിമ്മുന്നത് വരെ, അത്രത്തോളമേ ദൈവം കയ്യിലെ പിടിവിടുകയുള്ളൂ. കൈവിട്ടതുപോലെ അടുത്ത് തന്നെ നിൽക്കും. നമ്മെ മുങ്ങിപ്പോകാനോ നശിപ്പിക്കാനോ അവൻ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കും. നമ്മൾ എന്തു ചെയ്യണം? യേശുവേ, എന്നെ രക്ഷിക്കണമേ, നീയാണ് എനിക്കെല്ലാം. അതാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ചിലര് അല്പനേരം വിട്ടാൽ അയ്യോ അമ്മേ, ഞാൻ മരിച്ചു, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയാറുണ്ടല്ലേ? അങ്ങനെ പറയുമോ? അതോ ദൈവമേ, എന്റെ കൂടെയിരുന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുമോ? എന്നെല്ലാം അവൻ നോക്കും. നമുക്ക് കൈവിട്ട് കളഞ്ഞതുപോലെ തോന്നും. നിങ്ങൾ എന്തു പറയണം? യേശുവേ, രക്ഷിക്കണേ. അങ്ങനെ പറയണം. പത്രോസ് കടലിൽ മുങ്ങി താന്നുകൊണ്ടിരുന്നു. പടകീന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ആ സമയത്ത് യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. പത്രോസ്, എനിക്കും കടലിൽ നടക്കണം. യേശു വാ എന്ന് പറഞ്ഞ് കടൽ മീതെ നടക്കുന്നു. പെട്ടെന്ന് പത്രോസ് മുങ്ങിപ്പോകുന്നു. ഉടനെ അയ്യോ അമ്മേ, ഞാനിപ്പോൾ മരിക്കുമെന്ന് അലറിയില്ല. യേശുവേ രക്ഷിക്കണമേ, യേശുവേ രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി ഉയർത്തി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവേ രക്ഷിക്കണമേ, യേശുവേ കാക്കണമേ, യേശുവേ സഹായിക്കണമേ എന്ന് വിളിച്ചാൽ അടുത്ത നിമിഷം അവൻ നിങ്ങളുടെ കൈപിടിക്കും. അല്പനേരം മാത്രം. അതിനാൽ നിങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവമാണ്. ഉപേക്ഷിച്ചുവോ മറന്നുപോയോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ അവൻ എങ്ങനെ ഉപേക്ഷിക്കും? എങ്ങനെ നിങ്ങളെ അവൻ മറക്കും? പരിതസ്ഥിതി അങ്ങനെ തോന്നും. നിങ്ങൾ യേശുവേ എന്ന് വിളിക്കൂ, അത് മതി. വിളിക്കുമോ? യേശുവേ, എന്നെ രക്ഷിക്കണമേ, യേശുവേ, ഈ പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷിക്കണേ, യേശുവേ, ഈ പരിതസ്ഥിതി മാറ്റണമേ. അങ്ങനെ കൈവിട്ടിട്ടുമില്ല, എന്നെ മറന്നിട്ടുമില്ല. അല്പനേരം കൈവെടിഞ്ഞതുപോലൊരു പരിതസ്ഥിതി. എങ്കിലും എന്നോട് ആർദ്ര മനസ്സോടെ എന്നെ അരികിൽ അണച്ചിരിക്കുന്നു. അതിനായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.